എല്ലാവർക്കും ഈ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ നാളെയാണ് വിഷു. അപ്പോൾ നമ്മൾ ഇന്ന് പടക്കമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാ വട്ടത്തെ പോലെ നമ്മൾ ഇന്ന് പടക്കം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഇന്ന് പൊട്ടിക്കും, ബാക്കി നാളെ പൊട്ടിക്കും. നമ്മൾ കുറച്ച് ഇന്ന് പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ ഉറങ്ങുമ്പോൾ അമ്മ വിഷുക്കണിയൊക്കെ വെക്കും കേട്ടോ. എന്നിട്ട് അന്ന് രാവിലെ എനിക്ക് വിഷുക്കണി കണ്ടിട്ട് പള്ളിയിൽ പോകും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോണത് വിഷുവിന്. അത് കാരണം നമുക്ക് കുർബാന സേവനത്തിൻ്റെ ക്ലാസ്സുള്ള കാരണം നമ്മൾ വിഷുക്കണി കണ്ടിട്ട് നമ്മൾ പള്ളിക്ക് പോകും. അപ്പോൾ കുറേ നാളെ എവിനെ വീഡിയോയ്ക്കൊന്നും വരാണ്ട് അപ്പോൾ ഞാൻ വിളിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്തിട്ടൊക്കെ പടക്കങ്ങളാണ് വാങ്ങി നോക്കാം. കുറച്ച് പടക്കങ്ങളേ ഉള്ളൂ, വളരെ കുറച്ചുള്ളൂ. നമ്മൾ ഈ വട്ടം അങ്ങനെ വാങ്ങിയില്ല കേട്ടോ, അധികം ഒന്നും വാങ്ങിയില്ല. അപ്പോൾ ഇതൊരു സംഭവമാണ് അപ്പോൾ ചാട്ടവാറ്, എൻ്റെ പേര് ചാട്ടവാർ എന്നാണ്. ബാക്കി സാധനം കൂടി നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മളുടെ സാധനങ്ങൾ. എന്താണ് മോളിയുണ്ട്, പിന്നെ എന്താണ് ചാട്ടവാറുണ്ട്, പിന്നെ 2 പെട്ടി കമ്പിത്തിരിയുണ്ട്. ഇതാണ് കേട്ടോ ചാട്ടവാറിൻ്റെ പാക്ക്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ വലുതായിട്ടൊന്നും ഈ വട്ടം വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് എടുത്തിട്ട് പൊട്ടിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ മോളി കത്തിച്ചു. അപ്പോൾ ഗൈസ് നമ്മളിത് കമ്പിത്തിരി കത്തിക്കുകയാണ് കേട്ടോ. ഒരു റെഡ് കളർ കമ്പിത്തിരിയാണ്. നമ്മൾ പുകയില്ലാതെ ചോദിച്ചിട്ട് പുക തന്നെ തന്നു കേട്ടോ. ഇതാണ് നമ്മുടെ കമ്പിത്തിരി കേട്ടോ. അപ്പോൾ ചാട്ടവാറ് കത്തിക്കണ ഇവനെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത് കത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ പേടിച്ചിട്ട് അവനത് കളഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിഷുക്കണി. ഇതിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, ഇതൊക്കെ കൂട്ടാൻ വെക്കി എടുത്തു. അപ്പോൾ അതേ ഫ്രൂട്ട്സും അല്ലാതും ഉണ്ട് കേട്ടോ. കണ്ണാട് അടക്കുന്നുണ്ട്. ഇവിടെയായിരുന്നു പൈസ വെച്ചിട്ടുണ്ടായിരുന്നു 100 രൂപ. ഞങ്ങൾക്ക് 2 പേർക്കുള്ള 100 രൂപ. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് തന്നു. അതുപോലെ ദേ മുണ്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ കണിക്കൊന്ന, ഇത് നമ്മൾ ഇന്നലെ രാവിലെ 6 മണിക്ക് പോയിട്ട് പൊട്ടിച്ച കണിക്കൊന്നയാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ വിഷുക്കണി. ഇഷ്ടപ്പെട്ടോന്ന് കമൻറ്റ് ചെയ്യണേ. അമ്മാമ്മ തന്നെ വിഷുക്കണി ഇവന് കൊടുക്കാണ്, വിഷു കൈനീട്ടം കൊടുക്കാണ്. ഇതിന് കൊടുത്തു. ഇതേ ഞാൻ വാങ്ങാം കേട്ടോ. എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ വിഷു കഴിഞ്ഞിട്ടാ. ഇപ്പം നമുക്ക് ടോട്ടല് 200 രൂപ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇഷ്ടപ്പെട്ടോന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മുടെ കണിക്കൊന്നയുടെ കളറുള്ള യെല്ലോയാണ് ഞാൻ ഇട്ടേക്കണത്. അപ്പം നമുക്ക് ഇപ്പോൾ കൊട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സൗണ്ടൊക്കെ കേൾക്കാണ്ട്. അപ്പോൾ നമുക്കത് കാണാം. എനിക്ക് മൈപ്പീലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ മൈപ്പീലി. മൈപ്പീലി കാവടി പോണ സമയത്ത് നമ്മൾ ഒരെണ്ണം ചോദിച്ചപ്പോൾ ആ ചേട്ടൻ തന്നാ കേട്ടോ. എനിക്ക് എവിനും കിട്ടി. അപ്പോൾ ഇതാണ് എൻ്റെ മൈപ്പീലി. ഇഷ്ടപ്പെട്ട് ഇങ്ങനെ പറയണം കേട്ടോ. ഇതാണ് എൻ്റെ മൈപ്പീലി. നമുക്ക് ചോറുണ്ടാൻ പോവാം. ചോറ് ഒരു സദ്യയാണ്. അപ്പോൾ നമുക്ക് അതും കൂടി തിന്നാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കൊച്ചു സദ്യ കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മളുടെ ഫുഡ് ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മൾ ഷിയമാമയുടെ വീട്ടിലേക്ക് കുറേ നേരം പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ കുർബാന സേവനത്തിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു കേട്ടോ. നമുക്കിനി പടക്കം പൊട്ടിക്കാം. ഇത്രയും നേരം എൻ്റെ പടക്കം ചൂടാവാൻ വേണ്ടി വെച്ചേക്കായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഇതെടുത്ത് വെച്ചിട്ട് ഒരു 3 മണി 5 മണി വരെ അങ്ങോട്ട് നമ്മൾ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇനി നല്ലോണം കത്തുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി കത്തിക്കാം. നമ്മൾ കത്തിച്ചൊക്കെ കഴിഞ്ഞു. നമ്മൾ അങ്ങനെ അമ്പലത്തേക്കൊക്കെ പോയിട്ട് വന്നു കേട്ടോ. അമ്പലത്തേക്ക് പോകുന്നത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയില്ല, കരം വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ ലൈറ്റും അതുപോലെ തന്നെ ആന ഉണ്ടായിരുന്നു, 2 ആനകളുണ്ടായിരുന്നു, ഒരു കുഞ്ഞാനും ഒരു വലിയാനും. അപ്പോൾ അതിനൊക്കെ കണ്ടിട്ട് അതിനൊക്കെ ഫോട്ടോ എടുത്തു. ഇപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. വിഷു കഴിഞ്ഞിട്ട് നമുക്ക് 300 രൂപ കിട്ടി. ഷിയമാമയുടെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ അതുകൊണ്ടൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ നമുക്ക് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. ഞാനൊരു വള വാങ്ങിയിട്ടുണ്ട്, കുപ്പിവള. പിന്നെ ഒരു മോതിരം വാങ്ങിയിട്ടുണ്ട്. ആ ഒരു മോതിരം വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു പച്ച കളർ മോതിരമാണ്.
അതിൻ്റെ ആ ഒരു മോതിരം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു നെയിൽ പോളിഷ് റിമൂവർ വാങ്ങിയിട്ടുണ്ട്. ഇത് ഇല്ല, നമ്മളുടെ വീട്ടിൽ നെയിൽ പോളിഷ് ഉണ്ട്, പക്ഷേ നെയിൽ പോളിഷ് റിമൂവർ ഇല്ല. അപ്പോൾ ഞാനൊരു നെയിൽ പോളിഷ് റിമൂവർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയത് പിന്നെ എവിനാണ് വാങ്ങിയത്. എവിൻ്റെ കയ്യിൽ തോക്കുണ്ട്, അപ്പോൾ അതിലിടാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടകൾ വാങ്ങിയിട്ടുണ്ട്. അത് എപ്പോഴും വാങ്ങാറുണ്ട് കേട്ടോ, തോക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതേ പടക്കം ഇട്ടാപ്പൊട്ടി നാട്ടിൻ്റെ പേര്, അപ്പോൾ ഇതും 2 എണ്ണം വാങ്ങി. പിന്നെ ഒരു കാറും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു എവിൻ. അപ്പോൾ ആ കാറ് കാണാമല്ലോ, അവനത് ഓടിച്ചു വിട്ടു. അതിൻ്റെ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ ഞാൻ ബാക്കി എനിക്ക് പിന്നെ ഞങ്ങളൊരു സംഭവം തിന്നാനും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ബാക്കി 150 രൂപ കിട്ടി. എവിന് അവൻ്റെ 200 രൂപ കൊണ്ടല്ല അതും വാങ്ങിയിട്ടോ. എന്താ എനിക്ക് ബാക്കി 150 രൂപ കിട്ടിയിട്ടുണ്ട്. അവന് 300 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ തന്നെ പോയിട്ട് അവൻ മോളി വാങ്ങി. അങ്ങനെ അവൻ്റെ 100 രൂപ പോയി. ബാക്കി ഇതൊക്കെ വാങ്ങിയോട് കൂടി 600 രൂപയും പോയി. ഞാൻ ഇതൊക്കെ വാങ്ങിയപ്പോൾ 150 രൂപ ബാക്കിയുണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ വാങ്ങി. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കുപ്പിവാളയുടെ കളർ, ഒരു ബ്രൗൺ കളറാണ്. കണ്ടോ, ഇത് എൻ്റെ കൈക്ക് ഞാൻ ഇട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ കറക്റ്റായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ. അങ്ങനെ കഴിച്ച് ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നു. അങ്ങനെ ഞാൻ കുളിച്ചു, അതുപോലെ ഫുഡൊക്കെ കഴിച്ചു, അതുപോലെ കമ്പത്തിരി മത്താപ്പൊക്കെ പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ ഇനി രാത്രി എങ്ങാനെങ്കിലും കാവടി ഇതൊക്കെ വരാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ മിക്കവാറും വരില്ല കേട്ടോ, രാവിലെ വന്ന് പോയില്ലേ. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്താം. അപ്പോൾ ആരും കമൻറ്റ് ചെയ്യണില്ല, അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് കൂടി ചെയ്യുക. പിന്നെ ഒരു വീഡിയോ ഒരു ഫോട്ടോയും കണ്ട് നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ. നിത്യ കല്യാണ